എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലഗ്നം ചെയ്തു, അതേപോലെ ഏഴ് ചെയ്തു. ഓക്കെ, എന്തെന്നാൽ ആദ്യം ഞാൻ വിചാരിച്ചത് ലഗ്ന രാഹുവും ഏഴ് ചെയ്തു അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാമെന്ന് കരുതിയതാണ്. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ എടുക്കുന്നുണ്ടായിരുന്നു ലഗ്ന ചെയ്തു ഏഴ് രാഹു എന്നാണ്. ഞാനിങ്ങനെ ചെയ്തതിനെ പറ്റി പോയിന്റ്സ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ലഗ്ന ചെയ്ത് എടുക്കുന്ന സമയത്ത് ഏഴ് ചെയ്തു എടുക്കാൻ സൗകര്യമുണ്ട്. ഒരേ പേരിൽ വാർത്താൽ മതിയാകും. അതുകൊണ്ട് പിന്നെ ഞാൻ രാഹുലെ മാറ്റിയിട്ട് രാഹുലെ മാറ്റിപ്പോയി വീഡിയോ. ഇപ്പോൾ ലഗ്നത്തിലും ചെയ്തു ഏഴിലും ചെയ്തു വന്നാൽ എന്താണ് ഫലം എന്നുള്ളത് ഞാൻ പറയുന്നതാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോ ഇത് വന്ന കമൻസ് വളരെ സന്തോഷം തോന്നുന്നു കേട്ടോ. കാരണം ഞാനും നിങ്ങളെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാകും എന്നുള്ളതിന് കാരണം എനിക്ക് അറിയാം, കുറച്ചൊക്കെ ശരിയാവും അറിയാമെങ്കിലും നിങ്ങളും അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊരു സന്തോഷം. അത് 90% ശരിയാണെന്ന് പറയുന്നത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരു ജാതകം ഒരാള് ഒരു വ്യക്തി വന്നാൽ അവരുടെ ജാതകം എത്തുന്നുണ്ട് എത്ര മണിക്കൂർ അവർക്ക് അറിയേണ്ടി വരും എന്നുള്ളത് നമ്മൾ എഴുതണം. പിന്നെ എടുത്ത് പോകുമ്പോൾ പറയാറുണ്ട് ഒരു 2-3 സെന്റൻസ് മാത്രമേ പറയുന്നുള്ളൂ, ഒന്നും ഞങ്ങൾ വിചാരിച്ചതൊന്നും അതിന് കിട്ടിയിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ഞാൻ കഴിയുന്ന വീഡിയോ 25 മിനിറ്റിനുള്ളിൽ അതുണ്ടായിരുന്നു വിചാരിക്കുന്നു. പക്ഷേ ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു 15-20 നിമിഷത്തിനിടയ്ക്ക് സ്പേസിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ 20 നിമിഷം ഒരു കാര്യത്തിനാണ്. എന്താ പറയുക, മഹാലഗ്ന അല്ലെങ്കിൽ മഹാലഗ്ന അല്ലെങ്കിൽ ലഗ്നാധിപതി മഹൽ, ഈ 3 കാര്യങ്ങളാണ്. 12 ഭാവങ്ങളെ ഈ ഒരു ലഗ്നം മാത്രമാണ് ഞാൻ ആ ഒരു 15-20 നിമിഷം പറഞ്ഞത്. അപ്പോൾ ഈ 12 ബാക്കിയുള്ള 11 ഭാവങ്ങളുള്ള കാര്യങ്ങൾ ഓരോ ഗ്രഹങ്ങളും ഓരോ നിൽക്കുന്ന ഫലങ്ങൾ ആദ്യ അതുപോലെ പഞ്ചാംഗത്തിലെ കാര്യങ്ങൾ എങ്ങനെയുള്ള കാര്യങ്ങൾ ദശാകാലം ഗോചരം ഇതൊക്കെ ചേർത്ത് കൊണ്ട് നമ്മൾ ഒരു വ്യക്തിയുടെ ജാതകം നോക്കുമ്പോൾ എത്ര സമയം എടുക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. മിനിമം ഒരു 2 hours വേണം. അതിന് മുമ്പേ അവരുടേതായ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് അവരവിടെ ഇരിക്കണമല്ലോ. നമ്മൾ ശരിക്കും അവർക്ക് വിശ്വസിക്കുന്ന രീതിയിൽ നമ്മൾ ജാതകം അവർക്ക് പറയുമ്പോഴാണ് അവരവിടെ ഇരുന്ന് പോകുന്നത്. അല്ലെങ്കിൽ അവർ മനസ്സിൽ പോകുന്നത് ഞാൻ ഒന്നും പറയുന്നില്ല, എനിക്ക് ഇവിടെ പറയുന്നത് ശരിയല്ല, എനിക്ക് നടക്കുന്നത് വേറെയാണ് പോകുമ്പോൾ. അപ്പം അവർ വിശ്വാസം വരുന്നെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ അവർ പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ ഒരു ലഗ്നത്തിൽ നിന്ന് എന്ത് നോക്കി അല്ലെങ്കിൽ ഏഴോട് നോക്കി അല്ലെങ്കിൽ 5 നോക്കി 9 നോക്കി അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഗ്രഹം അങ്ങനെയൊക്കെ പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവില്ല. അപ്പൊ ആ ഗ്രഹത്തിന് ആ ഗുരു ലഗ്നത്തിൽ നിന്നാൽ ആ വ്യക്തി എങ്ങനെയിരിക്കും, എന്തായിരിക്കും, അതിന്റെ സ്വഭാവം എന്തായിരിക്കും, ഇങ്ങനെ നമ്മൾ ഓരോ ഗ്രഹത്തിനെയും ഓരോ ഭാവത്തിനെയും ഓരോ നക്ഷത്രത്തിൽ വെക്കുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് പോയാൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അത് മനസ്സിൽ നിൽക്കുകയും ചെയ്യും. ആ രീതിയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലേക്ക് നമുക്ക് നിങ്ങൾ പറഞ്ഞില്ലേ 100% ശരിയാണെന്ന് അതിലേക്ക് എത്തപ്പെടുന്നത് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ എത്രത്തോളം കളിച്ച് പഠിക്കുന്നു അത്രത്തോളം നമുക്ക് കിട്ടും. ഓരോ വ്യക്തിയുടെയും ജാതകം വളരെ വ്യത്യസ്തമാണ്. എല്ലാം മാറ്റങ്ങളാണ് കഴിയും. അങ്ങനെ വേണ്ടി നമ്മൾ ഒരേ രീതിയിൽ പഠിച്ചാലും ഒരു ദിവസം അപ്ലൈ ചെയ്യുന്നതിനും ഒരേ ജാതകം പഠിക്കുന്നത് മാത്രമേ ആ ഒരു ശരിയായി വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാളിൽ നിന്നും 10-5 നിമിഷങ്ങൾക്ക് ജാതകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അവർ മനസ്സിൽ പറഞ്ഞാൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനും പറ്റുള്ളൂ. അവസാനം ഒരു പരിഹാരമുണ്ട്, ഒരു ചെറിയ കാര്യത്തിൽ പോലുള്ള പരിഹാരം എന്തെങ്കിലും ഒരു അമ്പലത്തിലോ വഴിപാട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും ഒരു 2 hours എടുക്കണം. അവിടെ നിങ്ങൾ 500 രൂപ ഫീസാകട്ടെ 10,000 രൂപ ഫീസാകട്ടെ അതൊന്നും നോക്കാൻ പറ്റില്ല. 500 രൂപ ഫീസാണെങ്കിൽ നിങ്ങൾ 2 hours വേണം. 10,000 രൂപയായിരുന്നു അങ്ങനെ നമ്മൾ ആ മണ്ണിൽ നോക്കാതെ നമ്മൾ പോയിക്കൊണ്ടിരുന്നാൽ ഒരു ഫലം ഒരു
നക്ഷത്രങ്ങളെ പറ്റിയും ആൾക്കാർ ചില സ്ഥലങ്ങളിൽ നക്ഷത്രങ്ങളുടെ കാലിൽ നിന്നാലാണ് ഫലങ്ങൾ കൂടുതലും അനുസരിച്ച് അത് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോഴും പറയാനുള്ളത് അസ്ട്രോളജി ബുക്ക് മാത്രം പഠിച്ചാൽ പോരാ. നമ്മുടെ പുരാണ പുസ്തകങ്ങൾ മഹാഭാരത രാമായണം അതുപോലെ ഋഗ്വേദം പിന്നെ ഉപനിഷത്തുകൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുക്ക് അതൊക്കെ നാലുവേദങ്ങളുണ്ട് ഉപനിഷത്തുകളുണ്ട്. ഇതൊക്കെ നമ്മൾ കുറേ വായിക്കുമ്പോൾ അതിന് ഓരോ കഥാപാത്രങ്ങളുടെ നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം തിരുവാതിരയിൽ ഗുരു